എന്നാത്മരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ, സോദരരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ, എന്നാത്മരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ, സോദരരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ അഭിഷേകം ചെയ്തയക്കൂ, അഭിഷേകം ചെയ്തയക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്തയക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്തയക്കൂ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധരും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ജീവിതം കുരിശിനോട് ചേർത്ത് ബലിയാക്കി ലോകത്തോടും ജഡത്തോടും പിശാചിനോടും ശക്തിയോടെ പോരാടി വിജയശ്രീലാളിതരായവരാണ് ഇന്ന് സഭയിലുള്ള എല്ലാ വിശുദ്ധരും. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ പിന്തുടർന്ന ഇവർ ജീവിച്ചപ്പോൾ സ്വർഗത്തിന് ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമായി ഇവർ മാറി. ഈശോയുടെ കരുണയെ ലോകമെങ്ങും എത്തിക്കുവാൻ ഈശോ തിരഞ്ഞെടുത്ത ഉപകരണമാണ് വിശുദ്ധ ഫൗസ്റ്റീന. വിശുദ്ധിയിലേക്കുള്ള ഹ്രസ്വമാർഗമായി വിശുദ്ധ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ പിന്തുടരുക എന്നുള്ളതാണ്. നിസാര കാര്യങ്ങളിൽ എത്രയേറെ നാം അവന് വഴങ്ങുന്നുവോ അത്രയേറെ നാം വിശദീകരിക്കപ്പെടുന്നു. കാരണം നിർമ്മലരാകാൻ അനുദിന ജീവിതത്തിൽ അത്രയേറെ അവസരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നു. ചെറുപ്പം മുതൽ ജീവിതാവസാനം വരെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന് വിധേയയായി ദൈവഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത ദൈവപുത്രിയാണ് വിശുദ്ധ യൗപ്രാസ്യ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം അത്യന്തം ആനന്ദപ്രദവും അത്ഭുതകരവുമാണ്. മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആനന്ദവും ആശ്വാസവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ വിശുദ്ധ ഫിലിപ്പ് നേരിക്ക് ആ സന്തോഷവും ആനന്ദവും ആശ്വാസവും സഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവമേ, ഇതൊന്ന് നിർത്തിത്തരണമേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് ഹൃദയത്തിൽ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ആയിരുന്നു ഫിലിപ്പ് നേരിക്ക് ഈ അനുഭവം കർത്താവ് സമ്മാനിച്ചത്. പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരിലും വസിക്കുന്നുണ്ട്. വിശുദ്ധ സിറിൽ ഇപ്രകാരം പറയുന്നു: ശരീരം ആത്മാവും പരിശുദ്ധാരൂപിയും കൊണ്ട് സംയോജിപ്പിച്ചതാണ് മനുഷ്യൻ. പരിശുദ്ധാരൂപിയുടെ വെറും ബോധോദയം മാത്രമല്ല നാം, പകരം അവൻ തന്നെ നമ്മിൽ വസിക്കുകയാണ്. ആത്മാവിൽ കർത്താവിനെ ധ്യാനിച്ച് വിശുദ്ധി എന്ന കൃപയാൽ നാം നിറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാനും ദൈവ തിരുമുഖം ദർശിക്കുവാനും നമ്മൾ എല്ലാവർക്കും സാധിക്കും. ഈശോയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതിയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വെറും കൈയുമായി ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രത്യക്ഷനാകും. എന്തെന്നാൽ കർത്താവേ, എൻ്റെ സുഹൃതങ്ങൾ ഒന്നും അങ്ങ് പരിഗണിക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആകയാൽ അങ്ങയുടെ സ്വന്തം പവിത്രത ധരിച്ചുകൊണ്ട് അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അങ്ങയെ തന്നെ എനിക്ക് നിത്യസമ്മാനമായി സ്വീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സ്നേഹനാഥ, അങ്ങ് അല്ലാതെ വേറെ സിംഹാസനവും വേറെ കിരീടവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പൈതലിനെ അമ്മ നയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു അന്ധനെ കാഴ്ചയുള്ളയാൾ നയിക്കുന്നത് പോലെ അതിലേറെയായി പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിനെ ദർശിച്ചവരാണ് ഇന്ന് സഭയിലുള്ള വിശുദ്ധർ എല്ലാവരും. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു: അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പന്തക്കുസ്ത ഒരുക്ക പ്രാർത്ഥനയിലൂടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും നേർത്ത സ്വരം പോലും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും
വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയരുവാനും നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനവുമായ ഈശോയെ, അങ്ങയുടെ ദാനമായ വിശുദ്ധി കൊണ്ടും അങ്ങയുടെ കൃപയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ടും ഞങ്ങൾ ഓരോരുത്തരും നിറയുവാനും അങ്ങനെ ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവൻ നയിക്കുവാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ ഈശോയെ, ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ ആകൃഷ്ടരാകാതെ പുണ്യസമ്പാദനത്തിൽ ഉത്സാഹരാകാനും അങ്ങേ സ്വന്തമാക്കിയതിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും ദൈവഹിതം മാത്രം തേടിക്കൊണ്ട് ജീവിതത്തെ സ്നേഹസഹന ബലിയാക്കി മാറ്റുവാനും ആത്മാക്കളെ നേടുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായി മാറുവാനും അങ്ങ് തിരുമനസ്സാകണമേ. ആമേൻ. എന്നാത്മരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ സോദരരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ എന്നാത്മരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ സോദരരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ അഭിഷേകം ചെയ്തയക്കൂ, അഭിഷേകം ചെയ്തയക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്തയക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്തയക്കൂ.